അള്ളാന്റെ റസൂല് തെറ്റ് ചെയ്യുമെന്ന് ഇവരെഴുതി, കുറ്റബോധമുള്ള ആളായിരുന്നു എന്നെഴുതി. സെൽസബീലിലല്ലേ എഴുതിയത്? വെക്കൂ മോനെ സെൽസബീല്. കേട്ടോളൂ, പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുന്നവരായിരുന്നു. സെൽസബീൽ പുസ്തകം 1 പേജ് 33. അപ്പൊ അള്ളാന്റെ റസൂല് അള്ളാഹ്ക്ക് കീഴ്പ്പെടാത്ത ആളാണെന്നും ആ കുറ്റബോധം നബിക്കുണ്ടായിരുന്നുവെന്നും എന്നിട്ട് മാപ്പിരുന്നുവെന്നും നിങ്ങളെ സെൽസബീൽ പുസ്തകം 1 പേജ് 33 ഉമർ മൗലവി എഴുതി. എന്നാൽ ഇവിടെ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് ശുക്ർ, അള്ളാഹുവിന് ഹംദ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് നന്ദി. നിങ്ങൾ അധ്വാനിച്ച് പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ നിങ്ങളൊക്കെ എല്ലാ നാട്ടിൽ നിന്നും വന്നു. ഞാൻ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് എനിക്കറിയുന്നത് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് കുറ്റക്കാരനാണെന്ന് പറഞ്ഞ മുജാഹിദിനെ കൊണ്ട് നാദാപുരത്ത് വെച്ച് അല്ല എന്ന് സമ്മതിപ്പിച്ചു. അതാണ് നിങ്ങൾക്ക് എനിക്ക് കേൾക്കാൻ പോകുന്നത്. വെക്കൂ മോനെ. അമ്പിയാക്കന്മാർ, അവരിൽ പ്രശിഷ്യ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹയടക്കമുള്ള സകല അമ്പിയാക്കന്മാരും മഅസൂമുകൾ തന്നെ. ഒരു പാപവും ചെയ്യാൻ ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ നിലക്കുള്ള നിർദ്ദേശം വരാതെ കൃത്യമായി പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വ്യക്തിത്വങ്ങളാകുന്നു. കണ്ടോ, പാപങ്ങൾ